السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ബഹുമാനപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റിയാദ്, മലപ്പുറം ജില്ല KMCC ചെയ്തു വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ്. പ്രയത്നിക്കാം ഒരു നല്ല നാളേക്ക് വേണ്ടി എന്ന തലക്കെട്ടോടുകൂടി 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കരണ സമ്മേളനം നമ്മുടെ പ്രവർത്തകരെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുന്നതിനും ആസന്നമായ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഭാഗധേയം നിർവഹിക്കുന്നതിനും എല്ലാം വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഈ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി, തുടക്കം കുറിച്ചതായി നിങ്ങൾ അറിയിക്കുകയാണ്. നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രയത്നത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവരാവുക എന്നതാണ് ഏതൊരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും അടിത്തറ. നാളെയെക്കുറിച്ച് സ്വപ്നം കാണുന്നത് കേവലമായ ദിവാസ്വപ്നങ്ങളല്ല, നിർബന്ധമായും നടപ്പിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ ഇവിടെ കൂടിയിരുത്തുവാൻ വരെ പര്യാപ്തമായത് എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന പ്രയോഗം ഇന്നത്തെ ഒരു അവസ്ഥയിൽ അരോചകമാണ് എന്നാണ് തോന്നുന്നത്, അത് ആവർത്തിച്ച് കേട്ടതുകൊണ്ട്. മുസ്ലിങ്ങൾ അവരുടെ നല്ല നാളെയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവരുടെ ഈ നാട്ടിലെ അസ്തിത്വത്തെക്കുറിച്ച്, അവരീ നാട്ടിൽ കടന്നു വന്നതിനെക്കുറിച്ച്, അവരീ നാടിന് നൽകിയ സംഭാവനകളെക്കുറിച്ച്, അവർക്ക് ഈ നാടിനോടുണ്ടായിരുന്ന ഹൃദയബന്ധത്തെക്കുറിച്ചെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും പ്രസക്തമാണ്.
പുറത്തു നിന്നുള്ളവരും അകത്തു നിന്നുള്ളവരും നമ്മൾ അന്യരാണ് എന്ന ബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തീർച്ചയായും ഏറെ പ്രസക്തമാണ് നമ്മൾ ആര്, നമ്മളെങ്ങനെ, നമ്മുടെ ദൗത്യം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന വസ്തുത പലപ്പോഴും സാമ്പ്രദായികമായ ചരിത്രകാരന്മാർക്കറിയില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം സാമ്പ്രദായികമായ ചരിത്രപ്രകാരം മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സിന്ധക്രമത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. എന്നാൽ മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിലേക്ക് കടന്നു വരുന്നതിന് ചുരുങ്ങിയത് 1 നൂറ്റാണ്ട് മുൻപെങ്കിലും കേരളത്തിലേക്ക് ഇസ്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ലഭിച്ച രേഖകൾ പ്രകാരം ഉള്ള കണക്കുകളനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ തുടക്കം ചെരമാൻ പെരുമാളിന്റെ ഇസ്ലാം സ്വീകരണത്തോടനുബന്ധിച്ചാണ്. ചെരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ രാജവംശത്തിലെ കുലശേഖരന്. അദ്ദേഹം തന്റെ കൊട്ടാരത്തിന്റെ പട്ടുപ്പാവിൽ ഉലാത്തുന്ന സന്ദർഭത്തിൽ തന്റെ ഭാര്യയോടൊപ്പം ആകാശത്ത് പിളർന്ന ചന്ദ്രനെ കണ്ടുവെന്നും അതിന്റെ കാരണമന്വേഷിച്ച് സിലോണിലയിൽ നിന്ന് വരുന്ന ജൂതന്മാരായ സഞ്ചാരികളോട് അദ്ദേഹം സംസാരിച്ചുവെന്നും അങ്ങനെ മക്കയിലെ ഒരു മനുഷ്യൻ താൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും താൻ ചന്ദ്രനെ പിളർത്തി എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നിൽ വന്ന മുസ്ലിം സഞ്ചാരികളോട് അദ്ദേഹം അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹവും പത്നിയും കൊടുങ്ങല്ലൂരിൽ നിന്ന് മക്കയിലേക്ക് കപ്പൽ കയറി അവിടെ എത്തിയ പ്രവാചക സന്നിധിയിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന ഒരു വർത്തമാനം ലണ്ടനിലെ ഇന്ത്യൻ രേഖകളിലുണ്ട്. ചരിത്രപരമായി 100% സ്ഥിരീകരിക്കപ്പെട്ടതല്ല എങ്കിലും ഇതിന് ഉപോത്ബലകമായ ചില സംഭവങ്ങൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്ത്യയിൽ നിന്നൊരു രാജാവ് വന്നു എന്നും അയാൾ ഇസ്ലാം സ്വീകരിച്ചുവെന്നും അയാൾ കൊണ്ടുവന്ന ഇഞ്ചിയുടെ അച്ചാർ പ്രവാചകൻ വിതരണം ചെയ്തത് എനിക്ക് കഴിക്കാൻ സാധിച്ചു എന്നും പറഞ്ഞതായി അൽ ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ലാത്ത ചങ്ങലയോടുകൂടിയ നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിലും അതിനടുത്ത കാലത്താണെങ്കിലും ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നത് അവിതർക്കിതമായ യാഥാർത്ഥ്യത. അത് ചേരമാൻ പെരുമാളിന്റെ ഒരു അടിത്തറയിലാണ് കടന്നു വന്നിട്ടുള്ളത് എന്നതും ചരിത്ര സത്യമാണ്. ചേരമാൻ പെരുമാൾ താൻ മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആരെയാണോ അധികാരമേൽപ്പിച്ചത് അവർക്കുള്ള കത്തുമായിട്ടാണ്
അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന മാലിക് ബിൻ ദിനാർ കൂട്ടരും കൊടുങ്ങല്ലൂരിലെത്തിയത് എന്നാണ് ചരിത്രം. ഇസ്ലാം പ്രബോധനം ചെയ്യാൻ ഈ വരുന്ന ആളുകളെ അനുവദിക്കണമെന്ന രാജാവിന്റെ എടുത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും മലബാറിന്റെ തീരങ്ങളിൽ പള്ളികൾ എടുക്കുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും രാജകീയമായി തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു എന്നതാണ് കേരളത്തെ സവിശേഷമായി നിർത്തുന്ന പല കാര്യങ്ങളിലും. അവിടെ കഴിഞ്ഞ ആ സംഭവങ്ങൾ കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഉത്തരേന്ത്യയിലേക്കുള്ള കടന്നുവരവുണ്ടാകുന്നത്. തികച്ചും സമാധാനപരമായി സത്യദീൻ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്നും മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ അവന്റെ ഹൃദയത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിവട്ടങ്ങളുമെല്ലാം സർവശക്തന്റെ മുന്നിൽ മാത്രമാണ് അവതരിപ്പിക്കേണ്ടത് എന്നുമുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തോടൊപ്പം മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നും ജന്മത്തിന്റെ പേരിൽ ആർക്കും ഒരു അർത്ഥത്തിലുമുള്ള ഔന്നത്യമോ അധമത്വമോ കൽപ്പിക്കുവാൻ പാടില്ല എന്നുമുള്ള ഇസ്ലാമിന്റെ മാനവ സങ്കല്പം കൂടി സ്വന്തം ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ചണ്ടാളരുമായിരുന്ന ആളുകളുടെ മുന്നിൽ മാലിക് ദിനാറും കൂട്ടരും പ്രത്യക്ഷപ്പെട്ടപ്പോ അവർ ഹൃദയത്തോടുകൂടി ഇസ്ലാം പുൽകുകയായി. ഒരു ചരിത്രകാരനും പറയില്ല കേരളത്തിലേക്ക് മാലിക് ദിനാറും കൂട്ടരും വാളായിട്ടാണ് കടന്നു വന്നത്. ഒരു വിമർശകനും അഭിപ്രായപ്പെടാൻ കഴിയില്ല ഇസ്ലാം കേരളത്തിൽ പ്രചരിച്ചത് ഏതെങ്കിലും രൂപത്തിലുള്ള സൈനിക നീക്കത്തിലൂടെയാണ്. അങ്ങനെ വളർന്നു വന്ന കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു മുന്നോക്ക സമുദായമായി, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വർത്തക സമുദായം. 16-17 നൂറ്റാണ്ടുകളിൽ കോഴിക്കോട് കടപ്പുറം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരികൾ രേഖപ്പെടുത്തുന്നുണ്ട് മുസ്ലിങ്ങളുടെ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച്. കോഴിക്കോട് ബീച്ചിൽ മാത്രം 14 പള്ളികൾ അന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു അന്നത്തെ കടലിലൂടെ ഉള്ള വ്യാപാരങ്ങൾ മുഴുവനും. പക്ഷേ ആ വ്യാപാരങ്ങൾ നടത്തുവാനും ഈ രാജ്യത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിന്റെ സകല തണലോടും കൂടി മുസ്ലിങ്ങളെ നിലനിൽക്കുവാൻ അനുവദിക്കുകയും ചെയ്തത് കേരളത്തിൽ അന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളായ ഭരണാധികാരികളാണ്. സാമൂതിരിയുടെ കാലത്ത് അതുകൊണ്ടാണ് വർത്തകരായ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കടലിലൂടെ പോയി കച്ചവടം നടത്തിയിരുന്ന മുസ്ലിം കച്ചവടക്കാർ സാമൂതിരിക്ക് വലിയ ഒരു വാർത്ത കൊണ്ടുവന്ന് കൊടുത്തത്. അത് 13-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ. എനിക്ക് ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല. ആ വാർത്ത ലോകമെങ്ങും ക്രൈസ്തവവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോർച്ചുഗീസ് രാജാവായ മാനുവൽ രണ്ടാമൻ ചക്രവർത്തി പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഭാഗമായി പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ട നാവിക സൈന്യം, കടൽ സൈന്യം എന്ന് പറഞ്ഞുകൂടാ, കടൽ കൊള്ളക്കാർ, അവർ ആഫ്രിക്കൻ തീരങ്ങളിൽ നടത്തിയ നരനായാട്ടിനെ കുറിച്ചറിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച മുസ്ലിം കച്ചവടക്കാർ കേരളത്തിന്റെ തീരത്തേക്കും തീർച്ചയായും ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ സുഗന്ധദ്രവ്യങ്ങളും പലവ്യഞ്ജനങ്ങളും കൊണ്ടുപോകുന്നതിന് വേണ്ടി അങ്ങനെ വല്ലേ ഈ നാടിനെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ കടന്നു വരാനുണ്ട് എന്ന്
സാമൂതിരിയെ അറിയിച്ചത് മുസ്ലിം കച്ചവടക്കാർ. അവരറിയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവർ തങ്ങളുടെ പണം ഉപയോഗിച്ച് മരം വാങ്ങുകയും ആ മരങ്ങൾ കൊണ്ട് കപ്പലുകൾ നിർമ്മിക്കുകയും ആ കപ്പലുകൾ ഉപയോഗപ്പെടുത്തി കടലിലൂടെയുള്ള സൈനിക നീക്കങ്ങളെ തടയുവാൻ, പ്രതിരോധിക്കുവാൻ തക്ക രൂപത്തിലുള്ള സൈന്യത്തെ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ പരിശീലിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയെടുക്കുകയും അവർക്ക് മരക്കപ്പലിന്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ മരക്കാന്മാർ എന്ന് പേര് വിളിക്കുകയും ആ മരക്കാന്മാരെ പരിശീലിപ്പിക്കുന്ന ആളുകളെ, അവരുടെ നേതാക്കളെ, കടൽ സൈന്യത്തിന്റെ നേതാക്കളെ കുഞ്ഞാലി മരക്കാന്മാർ എന്ന് പ്രത്യേകമായി വിളിപ്പേരോടുകൂടി വിളിക്കുകയും ചെയ്തതെല്ലാം ഈ സമയത്താണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. അങ്ങനെയാണ് 1498 വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന കടൽ കൊള്ളക്കാരൻ, അങ്ങനെ പറയുമ്പോഴാണ് ചരിത്രത്തോട് നീതിയാകും, അദ്ദേഹം കാപ്പാട്ടേക്ക് കപ്പലുമായി എത്തുന്നത്. കാപ്പാട്ട് കപ്പലിറങ്ങുവാൻ, കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ ഇറങ്ങാൻ സമ്മതിക്കാതിരുന്നത് മുസ്ലിം നാവികന്മാരാണ്. നീണ്ട നെഗോസിയേഷനുകൾക്ക് ശേഷം, നീണ്ട ചർച്ചകൾക്ക് ശേഷം അവസാനം അവിടെ ഇറങ്ങുകയും പരിമിതമായ കച്ചവടം ചെയ്യുകയും ചെയ്ത് മടങ്ങിപ്പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. പിന്നെയും ഇതേപോലെയുള്ള ആളുകൾ വന്നു, മുസ്ലിങ്ങൾ പ്രതിരോധിച്ചു. ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആൾനാശവും ധനനഷ്ടവും ഉണ്ടായത് മുസ്ലിങ്ങൾക്ക്. നാടിനു വേണ്ടിയായിരുന്നു, നാടിനെ തകർക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നു അത്. അതിനവർ മുന്നിൽ നിർത്തിയത് സാമൂതിരിയെയാണ്. നമ്മളറിയണം, ചരിത്രകാരന്മാർ അറിഞ്ഞിട്ടും അറിയാതെ വെക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള നമ്മൾ പറയുന്ന അധിനിവേശത്തിന്റെ ആദ്യത്തെ ഇരകൾ 800 ഹാജിമാരായിരുന്നു എന്ന സത്യം. മുസ്ലിങ്ങളോടുള്ള വിരോധം പ്രകടിപ്പിക്കുവാനാണ്, മുസ്ലിങ്ങളോട് ഉള്ള വെറുപ്പിനെ പ്രകടിപ്പിക്കുകയും മുസ്ലിം സൈന്യത്തെ നിർവീര്യമാക്കുകയും ചെയ്യാനാണ് മാടായിൽ നിന്ന് പുറപ്പെട്ട് ഹജ്ജിന് പുറപ്പെട്ട 800 ആളുകളടങ്ങുന്ന കപ്പൽ കടലിന്റെ നടുവിൽ വെച്ച് കത്തിച്ചു കളയുകയും ആ 800 ആളുകളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ, ഹാജിമാർ, പൊട്ടിപ്പൊട്ടിക്കരയുന്നത്, വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കേഴുന്നത്, ജീവന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്തും ജീവൻ തന്നാൽ മതി എന്ന് ആഗ്രഹത്തോടുകൂടി പറയുന്നത്, യാതൊരു വിധത്തിലുള്ള വൈകാരിക പ്രത്യാസങ്ങളുമില്ലാതെ, പ്രക്ഷോഭങ്ങളുമില്ലാതെ തന്റെ കപ്പലിന്റെ സ്വകാര്യ മുറിയിലിരുന്ന് ആസ്വദിച്ചിരുന്ന വാസ്കോ ഡി ഗാമയെ കുറിച്ച് വാസ്കോ ഡി ഗാമയുടെ ഔദ്യോഗിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളറിയേണ്ടത്, അന്ന് തുടങ്ങിയ ഈ സമരം ഒരു നൂറ്റാണ്ടാണ് നീണ്ടു നിന്നത്. 1498 തുടങ്ങിയത് 1601 കുഞ്ഞാലി മരക്കാർ 4-ാമൻ തൂക്കിലേറ്റപ്പെടുന്നതോടുകൂടി ആ സമരം അവസാനിക്കുകയും ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന സമരം കൊണ്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ നടത്തിയ പ്രതിരോധം കൊണ്ട് മുന്നോക്ക സമുദായമായിരുന്ന മുസ്ലിങ്ങൾ, കച്ചവടക്കാരായിരുന്ന മുസ്ലിങ്ങൾ, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ സാമ്പത്തികമായ ശേഷിയുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർ നിരാലംബരായിത്തീരുന്ന അവസ്ഥയാണുണ്ടായത്. അങ്ങനെയാണ് കേരള മുസ്ലിങ്ങൾ കുടിയാന്മാരായത്. അങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് അവർ നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും സ്ഥലമുള്ള ആളുകളുടെ കുടിയാന്മാരായി. ഇത്
കേരള മുസ്ലിങ്ങളുടെ പ്രതിരോധത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കമാണ്. പിന്നെയും പലരും ഇന്ത്യയിലേക്ക് വന്നതുപോലെ കേരളത്തിലും എത്തി. ഡച്ചുകാരെത്തി, ബ്രിട്ടീഷുകാരെത്തി. ഈ സമയമാകുമ്പോഴേക്ക് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന സമരം കൊണ്ടും ഉള്ള സാമ്പത്തികമായ ജീർണത ഒരു വശത്ത്, വേണ്ടത്ര സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നയിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിൽ പിൽക്കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള പണ്ഡിതന്മാർ കടന്നു വരാത്തത് കൊണ്ടുണ്ടായ ബൗദ്ധികമായ പിന്നോക്കാവസ്ഥയും ജീർണതയും മറ്റൊരു വശത്ത്. ഈ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനമുണ്ടാകുന്നത്. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിനും ഏകദേശം ആ സമയത്ത് തന്നെയാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടവും മറ്റുമെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ ചരിത്രം പറയുന്നത് നമ്മൾ നമ്മുടെ നല്ല നാളെയെക്കുറിച്ചറിയാൻ, നമ്മുടെ ഇന്നലകളിൽ ഇത് പാഠം പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അവിടെ ബ്രിട്ടീഷുകാർ കേരളത്തിലെ മുസ്ലിങ്ങളെ, ജീർണമായ മുസ്ലിങ്ങളെ, സാമ്പത്തികമായി തകർന്നുപോയ മുസ്ലിങ്ങളെ, വിശ്വാസപരമായി തകർന്നുപോയ മുസ്ലിങ്ങളെ, ബുദ്ധിപരമായി നേതൃത്വത്തിന് പറ്റിയ ആളുകൾ വേണ്ട രൂപത്തിലില്ലായിരുന്ന മുസ്ലിങ്ങളെ, അവരെ വീണ്ടും വീണ്ടും തകർക്കാനും അവരെ വീണ്ടും വീണ്ടും മതപ്പതിപ്പിക്കുവാനും, അങ്ങനെ പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യത്യസ്തമായി സമർത്ഥമായ രൂപത്തിൽ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുവാനും, ആ ബുദ്ധിപരമായി തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്രമിക്കുവാനുമുള്ള പദ്ധതികളുമായിട്ടാണ് ബ്രിട്ടീഷുകാരോടൊപ്പം കടന്നു വന്ന മിഷനറിമാർ, പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ പരിശ്രമിച്ചത്. അവർക്ക് മതപരമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ചരിത്രകാരന്മാർക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനമാണ് കൃത്യമായ മതപരമായ ലക്ഷ്യങ്ങൾ. നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയും. എങ്ങനെയാണ് ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയുക? മലയാളത്തിന് വ്യാകരണ ഗ്രന്ഥമുണ്ടാക്കിയ വ്യക്തിയായി ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയുക. മലയാള ഭാഷയ്ക്ക് നല്ല ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയ, ഒരു ശബ്ദധാരാവലി ഉണ്ടാക്കിയ വ്യക്തിയായി ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയുക. നല്ലൊരു സ്റ്റേറ്റ്സ്മാനായി. എന്നാൽ ഹെർമൻ ഗുണ്ടർട്ടിനെ നമ്മൾ അറിയണം. മലയാള ഭാഷയിൽ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയ വ്യക്തിയായി. അത് ചരിത്രകാരന്മാർക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാരൻ അവന്റെ പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ മുസ്ലിങ്ങളെ അടിമപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അവരാദ്യം തകർക്കാൻ ശ്രമിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിലുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ്. അവിടെ നിന്നാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഇന്നും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഹെർമൻ ഗുണ്ടർട്ടിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പുസ്തകത്തെ വിമർശിച്ചുകൊണ്ടെഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ആ പുസ്തകം ഒരു മ്യൂസിയത്തിൽ പോലും ഇല്ലാത്ത വിധം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരണം അതിനെഴുതപ്പെട്ട ശക്തമായ മറുപടി. അന്ന് ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകത്തിന് മറുപടി എഴുതിയത് ബ്രിട്ടീഷുകാരന്റെ റവന്യൂ ഓഫീസറായിരുന്നു, ഇൻസ്പെക്ടറായിരുന്നു സെയ്ദ് സനാഉള്ള മക്തി തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ ഓഫീസർ പണി ഒഴിവാക്കിക്കൊണ്ട് പുറത്തു വരികയും അദ്ദേഹം ആദ്യമായി നബിനാണയം എന്ന പുസ്തകം എഴുതുകയും ചെയ്യുകയും, നബിനാണയം എന്ന പുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഗുണ്ടർട്ട് എഴുതിയ ആരോപണങ്ങൾക്ക് മുഴുവനുമുള്ള മറുപടിയാണ്. ഈ പുസ്തകം എഴുതുന്നതിന് മുൻപ്
സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ വളരെ സമർത്ഥമായ ചില കാര്യങ്ങൾ ചെയ്തു വെക്കുകയുണ്ടായി. അദ്ദേഹം ഗുഡ്ഡർട്ടിന്റെ പുസ്തകം എഴുതപ്പെട്ട് നല്ല ഭാഷയിൽ വിതരണം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അന്ന് മുസ്ലിങ്ങൾക്ക് മലയാള ഭാഷ പഠിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന, നല്ല മലയാളത്തിൽ സംസാരിക്കുവാൻ പാടില്ല എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഉയർന്ന വിഭാഗങ്ങൾ മാത്രം പഠിച്ചിരുന്ന മലയാള ഭാഷ, ആ ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഹെർമൻ ഗുഡ്ഡർട്ടിന്റെ പുസ്തകത്തിന് മറുപടി എഴുതുന്നതിന് മുൻപ് അദ്ദേഹം കഠോര കുഠാരം എന്ന മറ്റൊരു പുസ്തകം ആദ്യം എഴുതുകയാണ് ചെയ്തത്. കഠോര കുഠാരം എന്ന പുസ്തകം ക്രൈസ്തവ മിഷനറിമാരുടെ വാദങ്ങളെ മുഴുവനും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തകർത്ത് ധരിപ്പണമാകുന്ന പുസ്തകം. അതിന് പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുമ്പോൾ ആ അക്രമത്തിന് മറുപടി പറയുന്നതിന് മുൻപ് അവർ നിലനിൽക്കുന്ന, അക്രമകാരികൾ നിലനിൽക്കുന്ന അവരുടെ ഭൂമിക തകർക്കാൻ, ആ തകർക്കപ്പെട്ട ഭൂമികയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള തെറി സംസാരം, വിമർശനങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ, അതാണ് അദ്ദേഹം ചെയ്തത്. തീർച്ചയായും അത് വിജയിക്കുകയും ചെയ്തു. കഠോര കുഠാരം എന്ന പുസ്തകം പവന് നൽകി, സ്വർണ്ണ നാണയങ്ങൾ നൽകി ഒന്നിച്ച് വാങ്ങിച്ച് കത്തിച്ച് കളയുകയായിരുന്നു അക്കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട ഒരു പണി. അങ്ങനെ അതിനുശേഷം നബി നാണയം എഴുതി. നബി നാണയത്തിന് ശേഷം അദ്ദേഹം പാർക്കലീത്ത പോർക്കളം എന്ന പുസ്തകം എഴുതി. അദ്ദേഹം ആ പുസ്തകത്തിൽ നിങ്ങൾ തെറി പറയുന്ന, നിങ്ങൾ നിന്ദിക്കുന്ന, നിങ്ങൾ വിമർശിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളുടെ കൈകളിലുള്ള ബൈബിളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഉന്നതനായി പറയുന്ന യേശു ക്രിസ്തു, ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പാറക്കലീത്തയാണ് എന്ന്, പെരിക്ലീറ്റസ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറി പറയുന്നത് യേശു ക്രിസ്തു സത്യപ്പെടുത്തിയ, നിങ്ങളുടെ യേശു ക്രിസ്തു ഉന്നതനാണ് എന്ന് ലോകത്തെ വെളിച്ചം കാണിക്കുവാൻ കടന്നു വരാനുള്ളയാളാണ് എന്ന് പറഞ്ഞ ആ വ്യക്തിയെയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുകയും ചെയ്തു, ഈ ബുക്കിന് വസ്തുനിഷ്ഠമായി മറുപടി എഴുതുന്നവർക്ക് 100 രൂപ ഇനാം. അത് കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. ക്രൈസ്തവ ലോകത്തിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങി. പക്ഷേ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളുടെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയില്ല. ഞാൻ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളെ ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, മുസ്ലിം ലീഗിന്റെ പോഷക പ്രസ്ഥാനമായ KMCC-യുടെ പ്രത്യയശാസ്ത്രത്തിന്, കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് അത് വ്യതിരിക്തമായ ഒരു തലമായി നിലനിൽക്കുന്നതിന് എല്ലാം തന്നെ കാരണമായി ഭവിച്ച അടിസ്ഥാനപരമായ രാഷ്ട്രീയ ഭൂമിക രൂപപ്പെടുന്നത് മക്തി തങ്ങളിലൂടെയാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. കാരണം ബ്രിട്ടീഷുകാരൻ ഒരു പുതിയ രാഷ്ട്രീയ സംഹിതയുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ലിബറൽ ഡെമോക്രസി എന്ന് അവർ വിളിച്ച രാഷ്ട്രീയ സംഹിത. സ്വാതന്ത്ര്യത്തിൻ്റെതാണ് ഇതിന്റെ വർത്തമാനങ്ങൾ. പോർച്ചുഗീസുകാരനെ പോലെ അടിമപ്പെടുത്തുന്നതല്ലായിരുന്നു അതിന്റെ വർത്തമാനങ്ങൾ. സ്വാതന്ത്ര്യത്തിൻ്റെതാണ് അതിന്റെ വർത്തമാനങ്ങൾ. അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ഒരാൾ ബ്രിട്ടനിൽ പോയി, ഇവിടെ എനിക്ക് എൻ്റെ രാജ്യത്ത് ഒന്നുകിൽ, എൻ്റെ രാജ്യത്തിന് എനിക്ക് നിങ്ങൾ ഒന്നുകിൽ സ്വാതന്ത്ര്യം നൽകുക, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ നിങ്ങൾ എനിക്ക് 6 അടി മണ്ണ് നൽകുക എന്ന് പറഞ്ഞത്. അന്ന് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അന്നവിടെ ലിബറൽ ഡെമോക്രസി, ലോകത്തെ പുതിയ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമായ ജനാധിപത്യത്തിന്റെ തത്വശാസ്ത്രം വളർന്നു വരുന്ന ഒരു സമയമാണ്. അതാണ് ഇന്ത്യയിലും നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയിൽ മെല്ലെ മെല്ലെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വളരെ സമർത്ഥമായി ഇന്ത്യ രാജ്യത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു അവർ നടത്തുന്നത്. അത് മറ്റൊരു കാര്യമാണ്, മറ്റു വിശദീകരിക്കേണ്ട കാര്യമാണ്.
ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പോർച്ചുഗീസുകാരോട് പോരടിച്ച് നിലനിന്നിരുന്ന മുസ്ലിം സമുദായം ബ്രിട്ടീഷുകാരനോടും ആ പോരിനെ പോലെയുള്ള കായികമായ പോര് ആണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗമെന്ന് കരുതിയിരുന്ന ഒരു തലത്തിൽ നിന്ന് 921 മുൻപുള്ള മലബാറിലെ കർഷക കലാപങ്ങളിൽ, മാപ്പിള കലാപങ്ങൾ എന്ന് ബ്രിട്ടീഷ് എഴുത്തുകാരെഴുതിയ കലാപങ്ങളിൽ മുഴുവനും അതിന്റെ ഒരാശയപരമായ പരിസരമായി വർത്തിച്ചത് ഈ ഒരു മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. തോക്കുമായി വരുന്ന ബ്രിട്ടീഷുകാരനോട്, സർവായുധ സന്നാഹത്തോടു കൂടി കടന്നു വരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തോട് കേവലം കല്ലുപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാം എന്ന ചിന്തയുമായി നടത്തിയ കലാപങ്ങൾ, ആ കലാപങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ആ രീതി ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഉപകരിക്കുകയില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. 1921 മലബാർ കലാപം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടതോടുകൂടി ഈ വസ്തുത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് കടന്നു വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് സൈസനാവുള്ള മക്തീത്തങ്ങളാണ് ആദ്യമായി പറഞ്ഞത്, ബ്രിട്ടീഷുകാരനോട് നമ്മൾ സമരം ചെയ്യേണ്ടത് ആയുധം ഉപയോഗിച്ചുകൊണ്ടല്ല, തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരന്റെ പ്രത്യയശാസ്ത്രത്തെ തകർക്കണം നമ്മൾ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആധുനിക വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തി വളരണം നമ്മൾ. അങ്ങനെ വളർന്ന് സ്വന്തം നാടിന് സ്വന്തമായ അസ്തിത്വമുണ്ടാവുകയും സ്വന്തം നാടിനെ പറ്റിയ നല്ല പൗരന്മാരായി നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ, അങ്ങനെ മാറിക്കൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടത്. അവിടെ നിന്ന് പിന്നീട് ആ ഒരു ശ്രേണിയിലാണ് പിന്നീട് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടാകുന്നത്. അങ്ങനെയാണ് കേരള മുസ്ലിം ഐക്യസംഘവും പിന്നീട് അതിൽ നിന്ന് പിന്നീട് അതിൽ നിന്നാണ് രാഷ്ട്രീയമായ തലം എന്നുള്ള നിലക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും മുസ്ലിങ്ങൾക്കിടയിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനവും അതേപോലെ തന്നെ മുസ്ലിം പ്രസ്ഥാനവും എല്ലാം ഉണ്ടാകും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലിബറൽ ഡെമോക്രസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ അതിനോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അതിനോട് കലാപം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല എന്ന്. അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്, ജനാധിപത്യത്തെ മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നുമുള്ള വലിയ പാഠം. അത് കേരളത്തിലെ മുസ്ലിങ്ങൾ കാണിച്ചു കൊടുത്ത വലിയൊരു പാഠം. അതിനൊരു ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുൻപ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ടായിരുന്നു. അവിഭക്ത ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പക്ഷേ എങ്ങനെയോ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരല്ലത് പറഞ്ഞത് എങ്കിലും ഇന്ത്യയെ ഭിന്നിപ്പിച്ചതിന്റെ, ഇന്ത്യയെ വിഭജിച്ചതിന്റെ സകല പാപഭാരവും പേറേണ്ടി വന്നത് മുസ്ലിം ലീഗ് എന്ന സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൽ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോ ഇന്ത്യയിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് ഉന്നതരായ നേതാക്കന്മാരിൽ പലരും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ ആ സമൂഹത്തെ നയിക്കാൻ പറ്റിയ ആളുകളില്ലാതെ സർവേന്ത്യ മുസ്ലിം ലീഗിനെ പിരിച്ചുവിടാൻ വേണ്ടി മദ്രാസിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ഹൈദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബും KM സീതി സാഹിബും പറഞ്ഞത്, ഇല്ല, ഞങ്ങൾ മുസ്ലിം ലീഗ്, ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ഏകകമായി മുസ്ലിം ലീഗ് നിലനിൽക്കും. ഇത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രസ്താവന. സ്വതന്ത്ര ഭാരതത്തിൽ, ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിലെ ഒരു പ്രബല സമുദായം എന്നുള്ള നില, ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്, ജനാധിപത്യ രാഷ്ട്രത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച്
ഏറ്റവും നല്ല ഭരണഘടന ലഭിച്ച ഒരു നാട്ടിലെ പൗരന്മാരെന്നുള്ള നില ആ ഭരണഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന അടിസ്ഥാനപരമായ ഈ ഒരു പ്രത്യയശാസ്ത്രം അത് ആണ് കേരളത്തെ രാഷ്ട്രീയമായ സവിശേഷതകളിലേക്ക് നയിച്ചത്. മറ്റൊരുപാട് നവോത്ഥാനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് കാരണം അതിന് പറ്റിയ രൂപത്തിലുള്ള തലച്ചോറ് ഉപയോഗിക്കപ്പെട്ടു എന്നത് തന്നെയാണ്. അതൊരു വലിയ വലിയ സംഭവമാണ്. നമ്മൾക്ക് അക്കാലഘട്ടത്തിലെ തലങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് എത്ര വലിയ സ്വപ്നങ്ങളായിരുന്നു അവർ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള KM സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ ഇന്ത്യയുടെ അധികാരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ട സമയത്ത് അവർക്ക് മുസ്ലിം ലീഗുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലബാറിന്റെ തെരുവുകളിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മലബാറിന്റെ തെരുവിലൂടെ നടക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാൻ ഭിന്നിച്ചു പോയതോടുകൂടി സ്വാഭാവികമായും ദേശീയ മുസ്ലിങ്ങളുടെ ശക്തമായ ആക്രമണവും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ആക്രമണവും എല്ലാം കൂടിയായപ്പോ ഇന്ത്യ രാജ്യത്തെ വിഭജിച്ചു കൊണ്ടുപോയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനാണ് എന്നും ആ മുസ്ലിം ലീഗിന്റെ പിന്മുറക്കാരാണ് ഈ വരുന്ന മുസ്ലിം ലീഗുകാർ എന്നും അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും അപകടകാരികളാണ് എന്നുമുള്ള വാദം എന്നുമുള്ള പ്രചരണം. ഈ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗ് എന്ന പേര് പോലും ഉപേക്ഷിക്കാതെ ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക്, അതല്ലാതെ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു മുസ്ലിം അംഗം എന്നുള്ള നിലക്കല്ല, മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ഏകകത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും പോകുന്ന ആളുകളെ കുറിച്ച് അവർ സ്വപ്നം കണ്ടത്. അവർക്ക് രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു, അവർക്ക് രാഷ്ട്രീയമായ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ഒരിക്കലും തന്നെ കേവലമായ രാഷ്ട്രീയ ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, അതിന് സാധാരണക്കാരന്റെ വോട്ടുണ്ടാക്കും. ബഹുഭൂരിപക്ഷവും നിരക്ഷരരായ ആളുകൾ, അവരോട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പറഞ്ഞ് പ്രസംഗിച്ച് അത് ബോധ്യപ്പെടുത്തി അത് മനസ്സിലാക്കി കൊടുത്തു ആ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായി അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുക എന്നത് വളരെ പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വോട്ടാണ് ആവശ്യം. അവിടെ നിന്നാണ് KM സീതി സാഹിബ് എന്ന് പറയുന്ന സിയച്ചിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിങ്ങളുടെ സർ സയ്യിദും ഇക്ബാലും മൗലാന മുഹമ്മദ് അലിയുമെല്ലാമായ KM സീതി സാഹിബിന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നു. KM സീതി സാഹിബ് കോഴിക്കോട്ട് മത്സരിക്കുകയും സീതി സാഹിബിനെതിരെയുള്ള ശക്തനായ സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥി ഒരാറ്റക്കോയത്തങ്ങൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിയുമായി KM സീതി സാഹിബ് തോറ്റതിന്റെ പിറ്റേന്ന് KM സീതി സാഹിബ് പോകുന്നത് തന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുന്നതിനു വേണ്ടി കോഴിക്കോട്ടുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന, കോഴിക്കോട്ടുള്ള ആളുകൾ മുഴുവനും ആദരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അടുത്തേക്കാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരുന്നു. കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുത്തിരുന്നയാൾ. അദ്ദേഹത്തോട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പരമായ സവിശേഷതയെക്കുറിച്ചും
മുസ്ലിങ്ങൾ വേറിട്ട് സംഘടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയപ്പോൾ കൂർമ്മബുദ്ധിയായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സംഗതികൾ ബോധ്യപ്പെട്ടു. അന്നു മുതൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം മറ്റൊന്നാവുകയും, ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ സമർത്ഥമായ തലച്ചോറ് ഉപയോഗപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഈ ആളുകളെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുപ്പെടുത്തുകയും ഒരേ സമയം ബുദ്ധിപരമായി പ്രത്യയശാസ്ത്രപരമായി മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മുഴുവനും ഏകീകരിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കൾ അവർ കണ്ട സ്വപ്നം ഞാൻ പറഞ്ഞല്ലോ. ആ സ്വപ്നം നമ്മൾ ഇന്ന് കാണുകയാണ്. അവരന്ന് കണ്ട സ്വപ്നത്തിന്റെ ശക്തമായ പ്രതിഫലനം ലോകത്തെവിടെയുമില്ലാത്ത, അങ്ങനെ തന്നെ പറയട്ടെ, ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ലോകത്തെവിടെയുമില്ലാത്ത സ്ഥലം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി കേന്ദ്ര ഭരണത്തിന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി, മുസ്ലിം പ്രതിനിധിയായിട്ടല്ല, മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയായി കേന്ദ്ര ഭരണത്തിൽ ഭാഗധേയം നിർവഹിക്കുന്ന അവസ്ഥാവിശേഷം. നമ്മൾ KM സീതി സാഹിബ് എന്ന വ്യക്തിത്വത്തെ, ആ വ്യക്തിത്വം സൃഷ്ടിച്ചയാളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ, ഞാൻ നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞത് സൂചിപ്പിച്ചു, അതേ രൂപത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമായിട്ടാണ്. ചരിത്രത്തിൽ കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാം രാഷ്ട്രീയ ദർശനം വലിയ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതേപോലെയുള്ള രാഷ്ട്രീയ ദർശനങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ആ പറഞ്ഞതിനെ സ്വന്തം ജീവിതകാലത്ത് തന്നെ ഏതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണോ സമൂഹത്തെ പഠിപ്പിക്കാൻ പരിശ്രമിച്ചത്, ആ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെ പൂർണ്ണമായ ഫലം ഭുജിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ തന്നെ കടന്നുപോകാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ചരിത്രം നോക്കിയാൽ നമുക്ക് ഏറെ കാണാൻ കഴിയില്ല. KM സീതി സാഹിബ് മരണപ്പെട്ടത് കേരളത്തിന്റെ സ്പീക്കറായിരുന്നു. കേരളത്തിന്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ അധ്യക്ഷനാണ് സ്പീക്കർ. നിയമസഭയിൽ അധ്യക്ഷൻ ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള വലിയൊരു രാഷ്ട്രീയമായ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഹിന്ദു തീവ്രവാദി സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ 1-ാം തീയതി മുതൽക്ക് തന്നെ അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുകയാണ്. വളരെ കൃത്യമാണ്. സർസംഘചാലക് ആയിരുന്ന ഗുരുജി ഗോൾവാൾക്കർ നടത്തിയൊരു പ്രഭാഷണം ബിപിൻ ചന്ദ്ര തന്റെ കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, this Sangh had been started not only for combating Muslim aggression but for extirpating that disease. ഈ സംഘം ആരംഭിച്ചത് മുസ്ലിങ്ങളുടെ അതിക്രമത്തെ തടയാൻ വേണ്ടിയല്ല, മറിച്ച് ആ അസുഖത്തെ, ഡിസീസിനെ വേരോടുകൂടി തകർത്ത് കളയാൻ. ഇതിന്റെ 1-ാം തീയതി 1925 മുതൽ ആരംഭിച്ച 1-ാം തീയതി മുതൽക്കുള്ള പ്രത്യയശാസ്ത്രം നമ്മളറിയണം. 1925 വിജയദശമി ദിനത്തിൽ ഹെഗ്ഡേവാർ എന്ന് പറയുന്ന മനുഷ്യൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് രൂപം കൊടുത്തപ്പോ ഏതാനും മാസങ്ങൾക്കകം കേരള സംസ്ഥാനത്തും രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ തന്നെ, മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഒന്നിപ്പിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പേരുപയോഗിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുകയും ജനാധിപത്യത്തിന്റെ സാധ്യമായ നിയതമായ ലീഗലായ സകല മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ സാമൂഹികമായ സമർത്ഥമായ ഇടപെടലുകൾ കൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനത്തിന് ഹിന്ദുക്കളുടെ മനസ്സുകൾക്കകത്തേക്ക് കയറാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനാണ് പറയുക ബുദ്ധിപരമായ പ്രവർത്തനം. നമ്മൾ ആലോചിക്കുക, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും രാഷ്ട്രീയ സ്വയം സേവക് സംഘവും RSSഉം അതിന്റെ പോഷക സംഘടനകളുമെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങളുമായി കടന്നു വരുമ്പോഴും മുസ്ലിങ്ങൾ അവിടെ പിന്നോക്കാവസ്ഥയിലാണ്. മുസ്ലിങ്ങൾക്ക് അവിടെ സ്ഥാപനങ്ങളില്ല, രാഷ്ട്രീയമായ ശക്തിയില്ല, മുസ്ലിങ്ങൾക്ക് അവിടെ കാര്യമാത്ര പ്രസക്തമായ യാതൊന്നുമില്ല. പക്ഷേ എന്തിനു പോലും അവർ മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വളരുകയും ചെയ്തപ്പോ കേരളത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ട് ഞാനതാണ് പറഞ്ഞത് നേരത്തെ, കേരളത്തിന്റെ ഒരു മോഡൽ ആ കാര്യത്തിൽ സവിശേഷമാണ് ഇത്. ആ സവിശേഷമായ മോഡൽ വേറൊന്നുമല്ല, ലോകത്തെവിടെയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ, ഒരു മതനിരപേക്ഷ സമ്പ്രദായത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഇത്ര സമർത്ഥമായി സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും വളർച്ചയ്ക്കും വേണ്ടിയും മാത്രമല്ല ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോലും ഉപയോഗപ്പെടുത്തിയത് വേറെ എവിടെയും കാണാൻ കഴിയില്ല. അത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയും എന്ന് തന്നെ പറയണം. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളികളും മദ്രസകളും അറബി കോളേജുകളും ഇസ്ലാമിക കേന്ദ്രങ്ങളുമല്ല അതിന്റെ ജീവിക്കുന്ന സാക്ഷികളാണ്. അതുണ്ടായിട്ടും ഇതിന് വളരാൻ കഴിഞ്ഞില്ല. ഹിന്ദു തീവ്രതക്ക് ഹിന്ദു മനസ്സുകളിൽ വേരോട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത്, പുതിയ കാലഘട്ടത്തിൽ 1980-കൾക്ക് ശേഷം നമ്മൾ കാണുന്നത്, മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ മറ്റു ചില ചിന്താഗതികൾ ഉണ്ടാകുന്നത്. ഞാനതിപ്പോൾ പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. ലോകം മുഴുവനും തന്നെ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് സംസാരിക്കുകയും മുസ്ലിങ്ങളെ ഭീകരവാദികളുടെ പട്ടികയിൽപ്പെടുത്തി മുസ്ലിങ്ങളെ കല്ലെറിയാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ലോക സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലും ഇതേ സാഹചര്യം ആവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. അതുവഴി ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരം നമ്മൾ കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ സവിശേഷമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് നേടിയെടുത്ത സകലവിധ പുരോഗതികളും സകലവിധ സവിശേഷതകളും തകരുന്നത് കാണേണ്ട ഒരു ചരിത്രപരമായ ദുര്യോഗത്തിന് നമ്മളെല്ലാം സാക്ഷികളാകേണ്ടി വരും എന്നുള്ള സങ്കടം പറയുന്നതിന് വേണ്ടി നമ്മൾ ഫാഷിസത്തെക്കുറിച്ച് പറയാറുണ്ട്. ഫാഷിസം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ഫാഷിസമാണ്, ഒന്ന് കൾച്ചറൽ ഫാഷിസം. പൊളിറ്റിക്കൽ ഫാഷിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഫാഷിസം. രാഷ്ട്രീയമായി വോട്ട് നേടി ആ വോട്ട് കൊണ്ട് ആ ആളുകളെ ഭരിച്ച് അങ്ങനെ ഫാഷിസം നടത്തും. രണ്ടാമത്തേത് കൾച്ചറൽ ഫാഷിസമാണ്. കൾച്ചറൽ ഫാഷിസം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തെ തന്നെ സാംസ്കാരികമായി ഉള്ളിൽ നിന്ന് തന്നെ ഫാഷിസം ഉണ്ടാക്കും. ഫാഷിസത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളുടെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെക്കുറിച്ച്, മാസ് സൈക്കോളജിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുക ഏറ്റവും അപകടകാരി കൾച്ചറൽ ഫാഷിസമാണ്. നമ്മളറിയണം, കേരളത്തിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് രാഷ്ട്രീയ ഫാഷിസത്തിന്
അഥവാ പൊളിറ്റിക്കൽ ഫാഷിസത്തിന് കേരളത്തിൽ വേരൂന്നാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആവേശത്തോടുകൂടി പറയുകയും അവിടെ പഞ്ചായത്ത് ഒരു MLA സ്ഥാനം പോലും ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോഴും വളരെ സമർത്ഥമായി കേരളത്തിൽ കൾച്ചറൽ ഫാഷിസം, സാംസ്കാരിക ഫാഷിസം വളർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും അപകടമാണ് ആ സാംസ്കാരിക ഫാഷിസം വളർന്നത്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞേ പറ്റൂ. ആ സാംസ്കാരിക ഫാഷിസം വളർന്നത് ഗോൾവാൾക്കറുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല. ആ സാംസ്കാരിക ഫാഷിസം വളർന്നത് ഏതെങ്കിലും RSSകാരന്റെ ക്ലാസുകൾ കേട്ടിട്ടുമല്ല. ആ സാംസ്കാരിക ഫാഷിസം വളർന്നത് ചില മുസ്ലിങ്ങളുടെ പ്രഭാഷണങ്ങളും മുസ്ലിങ്ങളുടെ എഴുത്തുകളും മുസ്ലിങ്ങളുടെ രചനകളും മുസ്ലിങ്ങളുടെ പുസ്തകങ്ങളും വായിച്ചു. അവിടെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനകത്തേക്ക് വളരെ സമർത്ഥമായി സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നേടിയെടുത്ത സകലവിധ സവിശേഷതകളെയും തകർത്ത് കളയുന്ന രൂപത്തിലുള്ള ഈ ചിന്താഗതികളെ, സമൂഹത്തെ ശിഥിലീകരിക്കുന്ന ചിന്താഗതി, അത് മാറ്റിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. രാഷ്ട്രത്തോട് ഞാൻ സൂചിപ്പിച്ചു, നാടിനെ നമ്മുടെ പൂർവ്വപിതാക്കൾ സ്നേഹിച്ചത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്നുള്ള നിലക്കാണ്. അല്ലാതെ നാടിന് മാതാവ് എന്ന് വിളിച്ചിട്ടല്ല, ആ നാടിനെ പൂജിച്ചുകൊണ്ടല്ല. നമ്മൾ ജീവിക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് നമുക്ക് അസ്തിത്വമുള്ളത് കൊണ്ട് തന്നെ ആ നാടിനെ തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ന് നമ്മുടെ പൂർവ്വപിതാക്കൾ വിചാരിച്ചത് അതുകൊണ്ടാണ്. എങ്ങനെയോ നമ്മുടെ പുതിയ തലമുറയിൽ നമ്മുടെ നാടിനോടുള്ള മാനസികമായ പൊരുത്തവും ഇഷ്ടവും വളരെ സമർത്ഥമായി ഇല്ലായ്മ ചെയ്യുന്നതിൽ ശത്രുക്കൾ വിജയിക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ മാത്രമേ നമുക്ക് മേൽവിലാസമുള്ളൂ. നമ്മുടെ പൗരത്വം നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ മക്കൾ വളരേണ്ടത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ ഭാവി മുഴുവനും നമ്മുടെ നാട്ടിലാണ്. ആ നാട് ഒരു വെറുക്കപ്പെട്ട നാടായി നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് വളരെ വളരെ സമർത്ഥമായി അത്തരം ഒരു മാനസികാവസ്ഥ വളർത്തുന്നതിലേക്ക് ഒരു പരിധി വരെയെങ്കിലും ചില ആളുകൾ വിജയിക്കുകയാണ്. അവർ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും എല്ലാം പ്രതിനിധീകരിക്കുന്നുവെങ്കിലും സത്യത്തിൽ സമൂഹത്തിന് നാശമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ സമുദായത്തിന്റെ നല്ല നാളെയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമെങ്കിൽ ആ നല്ല നാളേക്ക് നാം നമ്മുടെ നാടിന്റെ ആളുകളായി, നാട്ടിന് സംഭാവന ചെയ്യുന്നവരായി, നാടിനെ ഉൾക്കൊള്ളുന്നവരായി, അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ വ്യക്തിത്വവും അസ്തിത്വവും ഒരല്പമെങ്കിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ സമരം ചെയ്യേണ്ട നാടല്ല നമ്മുടെ നാട്, നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട നാടല്ല നമ്മുടെ നാട്. നമ്മുടെ നാടിനെ സ്വന്തം രാഷ്ട്രമായി സ്വീകരിക്കുകയും ആ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും നന്മക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിത്തീരുകയും ചെയ്യുമ്പോൾ മാത്രമേ നാടിന് നമ്മളെ ആവശ്യമുണ്ടാകൂ. അപ്പോഴാണ് അവർക്ക് നാടിന്റെ ആളുകളായി തീരാൻ കഴിയൂ. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഭാഗതയെ നിർവഹിക്കാൻ കഴിയും. നമുക്കറിയാലോ, ചൈന യുദ്ധം നടന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തിരുന്ന സന്ദർഭത്തിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് പറഞ്ഞത്, എന്റെ മക്കളെ സൈനിക നേതൃത്വത്തിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ സന്നദ്ധമാണില്ല. നമ്മൾക്ക് ഇന്ന് അത് ആവേശത്തോടുകൂടി പ്രസംഗിക്കുവാനുള്ളൊരു വിഷയമാണ്. പക്ഷേ അന്ന് അതൊരു വല്ലാത്ത പ്രസ്താവനയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം.
അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാർ, നാടിനെ സ്നേഹിക്കാത്തവരാണ് എന്നും നാടിനെ പാകിസ്ഥാനിന്റെ ആളുകളാണ് എന്നുമുള്ള വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിക്കുവാൻ എന്റെ മകനെ അയക്കുവാൻ സന്നദ്ധമാണ് എന്നൊരു മുസ്ലിം നേതാവ് പറയുന്നു. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പദങ്ങളാണ്. അത് കേവലം ഒരു വർത്തമാനമായിരുന്നില്ല. ഇസ്മായിൽ സാഹിബാണെങ്കിലും സീതി സാഹിബാണെങ്കിലും വാഫഖിതങ്ങളാണെങ്കിലും കെ മൗലവി ആണെങ്കിലും പിൽക്കാലഘട്ടത്തിലെ നമ്മുടെ ഈ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ച ആളുകൾ ആരാണെങ്കിലും അവരെ സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബിനെ വേറെ ആരുമില്ലാത്തത് കൊണ്ട് പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയതല്ല, കുറച്ച് ദിവസമെങ്കിലും. ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യനായ വ്യക്തിയായി CH ഉണ്ടായിരുന്നുള്ളൂ. ഈ അഹമ്മദ് സാഹിബിനെ ട്രോസ് ഇട്ടിട്ട് കിട്ടിയതല്ല ഈ അഹമ്മദ് സാഹിബിന് വിദേശമന്ത്രി സ്ഥാനം. ആകെ 2 MP-മാരുള്ള ഒരു പാർട്ടിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് തീർച്ചയായും ആ പാർട്ടിയുടെ ബലം കൊണ്ടും മാത്രവുമല്ല, ആ പാർട്ടി വളർത്തിയെടുത്തിയ വ്യക്തി നാട്ടിനാവശ്യമുള്ളത് കൊണ്ടായി. നാട്ടിനാവശ്യമുള്ളയാളാകണമെങ്കിൽ, നാട്ടിനാവശ്യമുള്ളവനാകണമെങ്കിൽ നാട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ പറ്റിയ മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അതാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. എനിക്കെന്റെ നാട് വേണ്ട, നാട്ടുകാർക്കും എന്നെ വേണ്ടെങ്കിൽ എന്നെ നിഷ്കാസനം ചെയ്യാൻ എളുപ്പമാണ്. വളരെ സമർത്ഥമായ ഫാഷിസ്റ്റ് പദ്ധതിയാണത്. നാട്ടുകാരെ കൊണ്ട്, ബാക്കിയുള്ളവരെ കൊണ്ട് എന്നെ വെറുപ്പിക്കുക, എന്നെ കൊണ്ട് നാട്ടുകാരെയും വെറുപ്പിക്കുക. അപ്പോൾ സംഭവിക്കുക, ഭൂരിപക്ഷം നാട്ടുകാരാകുമ്പോൾ ഞാൻ സ്വാഭാവികമായി നിഷ്കാസിതനാകും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിന്നത്. അവിടെ തന്നെയാണ് പുതിയ തലമുറയെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിച്ച ആളുകളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. ഇസ്ലാമിനോടും ഇസ്ലാമിക ആദർശങ്ങളോടും പ്രതിബദ്ധതയുള്ളതോടൊപ്പം തന്നെ ആ പ്രതിബദ്ധതയുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന് നന്മ നൽകുവാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ആളുകളായി സമൂഹത്തിൽ ഇടപെടുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളെങ്ങനെ നീക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങളാണ്. എല്ലാ രംഗത്തു നിന്നും മുസ്ലിങ്ങളെ നീക്കാൻ. ഏറ്റവും പുതിയ സംഭവം നിങ്ങൾക്കറിയാലോ. നമുക്കറിയാം, കേരളത്തിൽ മുസ്ലിം സമുദായത്തിലുണ്ടായ വിദ്യാഭ്യാസപരമായ വലിയ വിപ്ലവം. അതിന്റെ ഫലം ലോകത്തെവിടെയും കാണാൻ സാധ്യമല്ലാത്ത വിധത്തിൽ തന്നെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലുമെല്ലാം ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തു വരുന്ന ആളുകളിൽ ഇസ്ലാമികമായ വസ്ത്ര സമ്പ്രദായം പൂർണ്ണമായി എടുത്ത ആളുകൾ, നിഖാബ് അടക്കം സ്വീകരിക്കുന്ന മഹിളകൾ, അവർ തീർച്ചയായും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഇസ്ലാമികമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ഉന്നതമായ ഡിഗ്രിയും പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദവുമെല്ലാം എടുത്ത് പുറത്തു വരുന്നത് കേരളത്തിന്റെ സവിശേഷമായ കാഴ്ചയാണ്. ആ കാഴ്ച കരുതിപ്പെടുത്തുവാൻ പുതിയ മാർഗങ്ങളുമായി കടന്നു വരികയാണ്. അത്ഭുതകരമാണ്. ഇപ്പോൾ അടുത്ത് CBSE പുറത്തിറക്കിയ വസ്ത്രവുമായി ബന്ധപ്പെട്ട അപകടകരമായ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന വളരെ കൃത്യമായ മൗലികമായ അവകാശത്തെ ലംഘിക്കുവാൻ CBSE പച്ചയായി ശ്രമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ചില വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. മുസ്ലിം പെൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അവര് കയ്യിന്റെ ഭാഗങ്ങൾ കാണിക്കണം, അതോടൊപ്പം തന്നെ തലമുടി പുറത്ത് കാണിക്കുകയും വേണം. സ്കാർഫ് ഉണ്ടാകാൻ പാടില്ല, ശരീരത്തിൽ ഫുൾ കൈയുള്ള ഡ്രസ്സ് ഇടാനും പാടില്ല.
ഡ്രസ് കോഡ് ഉണ്ടാകാൻ പാടില്ലാത്ത ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സ്കാർഫ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുക. എന്താ കാരണം? കോപ്പി അടിക്കുന്നു. കോപ്പി അടിക്കാൻ പുതിയ പുതിയ മാർഗങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സ് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വെച്ചിട്ട് കോപ്പി അടിക്കാനുള്ള ഇയർഫോണെല്ലാം വെക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതില്ലാതാക്കണം എന്നാ. ഇതേ ആൾക്കാർ തന്നെ സിഖുകാരുടെ തലപ്പാവിനൊരു കുഴപ്പമില്ല. സിഖുകാരുടെ തലപ്പാവിനൊരു കുഴപ്പമില്ല. ഇവിടെ എന്താ സംഭവിക്കണത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? ഹിജാബ് സ്വീകരിച്ച മുസ്ലിം പെണ്ണിന് അത് ഇസ്ലാമികമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പെണ്ണിന് തന്റെ ശരീരഭാഗങ്ങളിൽ ഒരു കാരണവശാലും തുറന്നു കാണിക്കുവാൻ ഞാൻ സന്നദ്ധമല്ല എന്ന് തീരുമാനിക്കുന്ന മുസ്ലിം പെണ്ണിന് ഒരിക്കലും തന്നെ പ്രൊഫഷണൽ കലാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കുക ആണ് സമർത്ഥമായ പദ്ധതി. ആ സമർത്ഥമായ പദ്ധതിക്കെതിരെ രാഷ്ട്രീയമായി പോരാടേണ്ടത് നമ്മുടെ ഭരണഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഭരണഘടന എന്നത്, ഇന്ത്യയുടെ ഭരണഘടന എന്നത് പോരാടാൻ കഴിയുന്ന അവസ്ഥയുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്കറിയാമല്ലോ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി തെറി പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പത്രത്തിൽ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? നമുക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും ആരാണോ അത് ചെയ്തത് അവർക്ക് അവരുദ്ദേശിച്ച ലക്ഷ്യം നടന്നില്ല എന്നത് വ്യക്തം. കേരളത്തിലെ മുസ്ലിങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളെ പോലെ വൈകാരികമായി പ്രതികരിക്കുമെന്നും മാതൃഭൂമി പത്രം ഓഫീസ് കത്തിക്കുമെന്നും അങ്ങനെ കത്തിച്ച് പ്രശ്നമുണ്ടാക്കുമെന്നും ആരുടെയെങ്കിലെല്ലാം കൈമുറിക്കുന്നു, അതിൽ നിന്ന് വളരെ സമർത്ഥമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ ചെലവിൽ ഫാഷിസ്റ്റുകളെ വളരെ 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 സമർത്ഥമായി അധികാരത്തിലേക്ക് കൊണ്ടുവരാമെന്നും കരുതിയ ആളുകൾ നിരാശരാകുക ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിപരമായി പ്രതികരിക്കാൻ പഠിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ നമ്മുടെ മോഡൽ അത് തീർച്ചയായും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മുസ്ലിങ്ങൾക്കുള്ള അവരുടെ അസ്തിത്വ സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മോഡലായി അവതരിപ്പിക്കുവാനും അവർക്ക് നൽകുവാനും നമുക്ക് സാധിക്കണം. അതിന് അവിടങ്ങളിൽ KMCD സാഹിബിനെ പോലെയുള്ള രാഷ്ട്രീയ വിചക്ഷണന്മാരും അതോടൊപ്പം തന്നെ സമുദായത്തിന്റെ അംഗീകാരമുള്ള അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള നേതൃത്വങ്ങളും നേതാക്കളും ഉണ്ടായി വരണം. അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നേടിയെടുത്തത് മുഴുവനും നശിപ്പിക്കുവാൻ തക്ക രൂപത്തിൽ കടന്നു വരുന്ന സമുദായത്തിനകത്ത് നിന്നും പുറത്തുനിന്നും വരുന്ന എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളെ ബുദ്ധിപരമായി തന്നെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്കൊരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും മുസ്ലിം സമുദായം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൊരു സമുദായമാണ്. അതേ കാലഘട്ടത്തിലും ഉണ്ടതാനും റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ളൊരു പ്രശ്നത്തിന് നേരെയും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വ സംരക്ഷണം എന്നുള്ള വളരെ സവിശേഷമായ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടത്തിൽ സമുദായത്തെ ഒരുമിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്തിനെതിരെ സുപ്രീം കോടതിയുടെ സംസാരമുണ്ടായ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന് ഐക്യനിരയുണ്ടായപ്പോൾ കേരളം അതിന് മാതൃകയാവുകയുണ്ടായി. ഇന്ന് പുതിയ കാലത്ത് ശരീഅത്തുമായി ബന്ധപ്പെട്ട് തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുള്ള ആളുകളെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിച്ച്
വളരെ സമർത്ഥമായി മുസ്ലിങ്ങളുടെ സവിശേഷമായ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഈ അടുത്ത് ഒരു ജഡ്ജി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ അഭിപ്രായ പ്രകടനം നടത്തി 2 ദിവസങ്ങൾക്കകം എനിക്കും ആ ജഡ്ജിക്കും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ആ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനും ആലുവയിൽ വെച്ച് നടന്ന ആലുവ അദ്വൈതാശ്രമത്തിന്റെ കീഴിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ഒരു ക്രിസ്ത്യൻ പാതിരിയും BHPയുടെ ഇന്ത്യയിലെ പ്രസിഡന്റും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനുമാണ് പങ്കെടുത്തത്. ഉദ്ഘാടകനായി ഈ പറയുന്ന ജഡ്ജി. നമ്മൾ കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ മുതൽ അദ്ദേഹത്തെ പരിഗണിക്കുകയും പരിചരിക്കുകയും അദ്ദേഹത്തെ പറഞ്ഞ് ഇന്ത്യയുടെ മുഴുവൻ വിമോചകനായി അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയും നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് നാടിന് ആവശ്യമെന്ന് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ഇനിയുള്ള നിങ്ങളുടെ ഏത് തരത്തിലുള്ള സമരത്തിനും ഈ രൂപത്തിലുള്ളതിന് ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും. അതൊരു വിഭാഗമല്ല, 2 കൂട്ടർ 2 സൈഡെന്ന് മെത്രോപോലിത്തയും പറയുന്നു, BHP പ്രസിഡന്റും പറയുന്നു ഒരേപോലെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന നാടകങ്ങളാണ്. അതിന്റെ ചെറിയ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. യാദൃച്ഛികം എന്ന് നമ്മൾ കരുതിക്കൂടാ. അവിടെയെല്ലാം തന്നെ രാഷ്ട്രീയ ഏകകമായി നിലനിന്ന് കൃത്യമായി ബുദ്ധിപരമായി ഇതേവരെ ചെയ്തതുപോലെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ സമുദായത്തെ മൊത്തത്തിൽ ഇത്തരം ഭീഷണികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി സമുദായത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനകളുടെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി, മുസ്ലിം സംഘടനകളുടെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ നിങ്ങൾക്ക് സകല പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ പണ്ഡിതന്മാർ ധാർഷ്ട്യം കാണിക്കുന്ന, പണ്ഡിത നേതാക്കൾ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരോടെങ്കിലുമുള്ള സംഘടനാ വിരോധമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിക്കണം. ഇന്ത്യ ഫാഷിസത്തിലേക്ക് പോകുന്നു. അതിനെ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തൊരു സംസ്ഥാനത്ത് നിന്ന് മുസ്ലിങ്ങളെ എങ്ങനെ സമർത്ഥമായി കലാപങ്ങളിലൂടെ ഉന്മൂലനം ചെയ്യാമെന്ന് വളരെ കൃത്യമായി ഗുജറാത്ത് കലാപത്തിലൂടെ കാണിച്ചു കൊടുത്ത വ്യക്തി, അയാളോടെ പോയിട്ട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എല്ലാ പിന്തുണയും, എന്നിട്ടോ മുസ്ലിങ്ങളിൽ കുറച്ച് ആൾക്കാർ അവരെ തകർക്കണം. പറയുന്നത് ഇതെല്ലാം പുതിയ പുതിയ നാടകങ്ങളാണ്. അവിടെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോൾ നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയും. ഇത് ചെറിയ വിഷയമല്ല. ഇത് കേവലം ആസന്നമായ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് KMCC നടത്തേണ്ട ഒരു പ്രവർത്തനവുമല്ല. ആസന്നമായ തെരഞ്ഞെടുപ്പ് വലിയ പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയമായ ഐക്യമുണ്ടാക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ തുടർച്ചയായി രാഷ്ട്രീയ അവബോധം നൽകിക്കൊണ്ട് ആളുകളെ വളർത്തിയെടുക്കുവാനും തലച്ചോറിലേക്ക് ഭീകരവാദവും തീവ്രവാദവും കടന്നു പോകാതിരിക്കാനും മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വളരെ സമർത്ഥമായി മുസ്ലിങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്ന ഫാഷിസത്തിന്റെ ഇരകളായി മാറാൻ മുസ്ലിങ്ങളെ പറഞ്ഞേക്കാതിരിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല നാളെയുണ്ടാവുകയുള്ളൂ. നമ്മുടെ പൂർവ്വപിതാക്കൾ സ്വപ്നം കണ്ട രൂപത്തിലുള്ള നാളെയുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ നമുക്ക് ഇസ്സത്തോടുകൂടി ജീവിക്കുവാനും
ഇസ്സത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും ഇസ്സത്തോടുകൂടി മരണപ്പെടുവാനും കഴിയുന്ന നാടായി ഇന്ത്യയെ മാറ്റിത്തീർക്കുകയും ആ ഇന്ത്യയിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നാടിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഒരുമിച്ച് നിൽക്കുവാനും സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പരിപാടികളിൽ ഇനി ഏതാനും ആശംസകളാണ്. അധികം നീണ്ടു പോവുകയില്ല. എല്ലാവരും ഇരിക്കണം.